ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ സായി മണി ബോക്സ് എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. സോ എല്ലാവരും ഞെട്ടിയോന്ന് ചോദിച്ചാൽ ഞെട്ടിയിട്ടുണ്ടാവില്ല. കാരണം ഓൾറെഡി സായിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. നന്ദന എവിക്റ്റ് ആയതോടുകൂടി നന്ദനയ്ക്ക് വീട് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു സായി ആയിട്ട്. കൂടെ സിജോ ഉണ്ടായിരുന്നു. സായി ഇപ്പോൾ മണി ബോക്സ് എടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ഞാൻ കരുതുന്നത് നന്ദനയ്ക്ക് വീട് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിരിക്കുന്നത് തന്നെയാണ്. കാരണം നന്ദന പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അല്ലെ, നന്ദനയുടെ വീടിന്റെ സിറ്റുവേഷൻസ് ഒക്കെ. അപ്പൊ അങ്ങനെ നന്ദനെ സഹായിക്കാനാണ് സായി മണി ബോക്സ് എടുത്ത് പുറത്ത് വന്നിട്ടുള്ളതെങ്കിൽ ഇപ്പൊ പുറത്ത് കുറെ നെഗറ്റീവ്സ് ഉണ്ടെന്ന് സായിക്ക് അറിയാലോ അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ മണി ബോക്സ് നന്ദനയ്ക്ക് കൊടുക്കുന്നതോടുകൂടി, ഈ കിട്ടിയ 5 ലക്ഷം നന്ദനക്ക് കൊടുക്കുന്നതോടുകൂടി സായിക്ക് ഉള്ള ഒരു നെഗറ്റീവ്സ് ഒന്നും കുറച്ചുകൂടെ ഒന്ന് മുകളിലേക്ക് വന്ന് കുറച്ച് പോസിറ്റീവായി മാറാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നത് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ സായിക്ക് വലിയ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ 5 ലക്ഷം രൂപ സായി നന്ദനക്ക് കൊടുക്കാൻ തന്നെയാണ് കൂടുതലും ചാൻസ് ഉള്ളത്. സോ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഓഫ്കോഴ്സ് കുറെ ആളുകൾ സായിക്ക് ഒരു സപ്പോർട്ടായിട്ട് വരും എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാം. സീക്രട്ട് ഏജന്റ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേനും ഒരുപാട് ആൾക്കാർ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ടുള്ള പെർഫോമൻസ് ഒന്നും സായി അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സായി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ജിൻഡോ ചേട്ടനെതിരെ കളിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമ്മൾ എപ്പോഴും ലൈവും എപ്പിസോഡ്സ് ഒക്കെ കാണുന്ന സമയത്ത് സായി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ജിൻഡോ കപ്പടിക്കാൻ പാടില്ല എന്നുള്ളത്. എന്താണ് അതിന്റെ പിന്നിലെ റീസൺ എനിക്കറിയില്ല, പക്ഷെ എപ്പോഴും അത് പറയുന്നതായിട്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണല്ലേ. അപ്പൊ സായി പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേനും ജിൻഡോ കപ്പടിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മേ ബി സായിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടാവാം. ആരാണെന്ന് അറിയില്ല, അഭിഷേകാണോ ഇനി ജാസ്മിൻ ആണോ എന്ന് പോലും അറിയുന്നില്ല. സോ അവർക്ക് കപ്പടിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ജിൻഡോനെ തകർക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുമെന്നും എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സായി പുറത്തു വരുമ്പോൾ സായിയുടെ നീക്കങ്ങൾ എന്തെല്ലാം ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമന്റ് ചെയ്യൂ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.